നമസ്കാരം. ഖത്തറിലെ അമേരിക്കൻ വ്യോമസേന ആസ്ഥാനത്തേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതോടെ ഖത്തറിന്റെ വ്യോമപാത അടച്ചു. ഇതോടെ യുകെയിൽ നിന്നും ദോഹയിലേക്ക് പറന്ന ഖത്തർ എയർവേസ് വിമാനം തിരികെ യുകെയിലേക്ക് തന്നെ പറന്നു. QTR-36R എന്ന വിമാനം വൈകിട്ട് 6 മണിയോടെ തുർക്കിയുടെ തീരപ്രദേശങ്ങൾ വരെ എത്തിയതിനു ശേഷമാണ് മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിലേക്ക് തിരികെ പറന്നത്. അതിനിടയിലാണ് വ്യോമപാത അടച്ചതായും ഖത്തർ എയർവേസിന്റെ എല്ലാ വിമാനങ്ങളും യാത്രകൾ നിർത്തി നിലത്തിറങ്ങിയതായി കമ്പനി പ്രഖ്യാപിച്ചത്. എയർ ഇന്ത്യയും മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനമെല്ലാം റദ്ദാക്കി. ഖത്തറിൽ എയർ ട്രാഫിക് നിർത്തലാക്കിയതോടെ ഖത്തർ എയർവേസിന്റെ എല്ലാ വിമാനങ്ങളും താൽക്കാലികമായി സർവീസ് നിർത്തലാക്കിയെന്നാണ് അവർ എക്സിലൂടെ അറിയിച്ചത്. ഇതുമൂലം ബുദ്ധിമുട്ടിലായ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാരുമായും ബന്ധപ്പെട്ട അധികൃതരുമായി ചർച്ചകൾ നടത്തുകയാണെന്നും വ്യോമപാതകൾ തുറന്ന ഉടൻ തന്നെ സർവീസുകൾ പുനരാരംഭിക്കുമെന്നും അവർ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെന്നും ഖത്തർ എയർവേസ് അറിയിച്ചു. ഖത്തറിലെ സുപ്രധാന അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് വ്യോമപാത അടച്ചിട്ടത്. ആക്രമണത്തിന് തക്ക മറുപടി നൽകുമെന്ന് ഖത്തർ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഇറാൻ ആണവ നിലയങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ടായിരുന്നു ഇറാന്റെ നടപടി. രാത്രി നടന്ന ആക്രമണത്തിൽ സ്ഫോടനത്തിന്റെ ശബ്ദം ദോഹ വരെ കേൾക്കാമായിരുന്നുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടന ശബ്ദം കേട്ടതായി മലയാളികളും വെളിപ്പെടുത്തിയിരുന്നു. മധ്യപൂർവ്വ ഏഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസായ അൽ ഉദൈദ് എയർബേസിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇത് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത്. ഇതിന് തക്ക പ്രതികരണം നൽകാൻ ഖത്തറിന് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഖത്തറിനൊപ്പം അയൽ രാജ്യങ്ങളായ ബഹ്റൈൻ, കുവൈറ്റ്, UAE എന്നിവിടങ്ങളിലെ വ്യോമപാതകളും അടച്ചിരിക്കുകയാണ്. ആക്രമണത്തിൽ ആരും മരണമടയുകയോ ആർക്കെങ്കിലും പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ലെന്ന് ഖത്തറിന്റെ പ്രതിരോധകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. അതിനിടെ ഷോർട്ട് റേഞ്ച്, മീഡിയം റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ടാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്ന് അമേരിക്കൻ പ്രതിരോധ വക്താവ് അറിയിച്ചു. അൽ ഉദൈദിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലും അറിയിച്ചു. എന്നാൽ അത് ഖത്തറിനെയും ബാധിക്കില്ലെന്നും അവർ പറഞ്ഞു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ അമേരിക്ക ഉപയോഗിച്ച ബോംബുകൾക്ക് തുല്യമായ എണ്ണം മിസൈലുകൾ ആക്രമണത്തിൽ ഉപയോഗിച്ചതായും ഇറാൻ പറഞ്ഞു. അതിനിടെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഗൾഫ് മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുന്നതായിട്ടാണ് എയർ ഇന്ത്യയും അറിയിച്ചത്. അതുപോലെ വടക്കേ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കുമുള്ള ചില സർവീസുകൾ നിർത്തിവെച്ചു. അബുദാബി ആസ്ഥാനമായിട്ടുള്ള ഇത്തിഹാദ് എയർവേസ് ഇന്നും നാളെയും പല സർവീസുകളും വഴിതിരിച്ചു വിടുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കെയ്റോയിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ഈജിപ്ത് എയറും അറിയിച്ചു. സിംഗപ്പൂർ എയർലൈൻസ് അവരുടെ ഇന്നത്തെ ദുബായ് ഫ്ലൈറ്റ് റദ്ദാക്കി. എയർ ഫ്രാൻസ്, KLM, ഫിൻഎയർ, കസാഖിസ്ഥാന്റെ എയർ അസ്താന എന്നിവരും ദുബായ്, റിയാദ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. സാധാരണ നിലയിൽ വൻ തിരക്ക് അനുഭവപ്പെടാറുള്ള ഇറാനും ഇറാഖും മുതൽ മെഡിറ്ററേനിയൻ വരെയുള്ള ഈ വ്യോമപാത ജൂൺ 13 ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം ആരംഭിച്ചതോടെ പൊതുവെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പല വിമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. ഇപ്പോൾ ഗൾഫ് മേഖലയിലെ വ്യോമപാത കൂടി അടച്ചതോടെ വ്യോമഗതാഗതം വലിയൊരളവിൽ തന്നെയാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ പ്രത്യാഘാതം അനുഭവിക്കുന്നത്. ദുബായ്, ഖത്തർ അതുപോലെ മധ്യപൂർവ്വ ദേശങ്ങളിലെ മറ്റ് സുപ്രധാന ഇടങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് സർക്കാർ രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴത്തെ സംഘർഷാവസ്ഥ കൂടുതൽ ഗുരുതരമാകാൻ ഇടയുണ്ടെന്നാണ് ഫോറിൻ ഓഫീസ് പേജുകളിലൂടെ നൽകുന്ന മുന്നറിയിപ്പ്. UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളൊക്കെ ഈ മുന്നറിയിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഖത്തറിലെ അമേരിക്കൻ എയർബേസിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പെട്ടെന്നുള്ള വ്യോമപാത അടയ്ക്കലുകളും യാത്രാ തടസ്സവുമൊക്കെ ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പല വിമാന സർവീസുകളും റദ്ദാക്കപ്പെടുകയോ വൈകുകയോ ചെയ്തേക്കാമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു. യാത്രകളിൽ പ്രതീക്ഷിക്കാത്ത തടസ്സങ്ങൾ നേരിട്ടേക്കാമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനോടകം തന്നെ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആണെങ്കിൽ FCD ഓഫീസിന്റെ നിർദ്ദേശങ്ങൾ വായിക്കണമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ശ്രമിക്കണമെന്നും മുന്നറിയിപ്പുണ്ടായിരുന്നു. സൈനിക ആസ്ഥാനങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും പ്രാദേശിക അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അതുപോലെ യാത്ര സംബന്ധിച്ച അപ്ഡേറ്റുകൾക്കായി വിമാന കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും ആവശ്യപ്പെട്ടിരുന്നു.